ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? ഞാൻ നമ്മുടെ സാധാരണ കുഴച്ചക്ക ഉണ്ടല്ലോ, അത് നന്നായിട്ട് മിക്സിയിലടിച്ച് ശർക്കരയും കൂടെ ഉരുക്കി അരിച്ചൊഴിച്ചതിന് ശേഷം കുറച്ച് ഏലക്കയും കൂടെ ഇട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് എടുത്ത് നമ്മൾ ഫ്രീസറിലൊന്ന് സൂക്ഷിച്ചതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് 2 മാസത്തോളമായി ഞാനിത് ഫ്രീസറിൽ സൂക്ഷിക്കുന്നു. ഒരു കുഴപ്പമില്ല. നമുക്ക് ചക്കയപ്പം അവിക്കാനോ ഇലയപ്പം അവിക്കാനോ എന്തിനു വേണമെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത്. നമ്മുടെ സാധാരണ ചക്കയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് സാധാരണ പാനി ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. അപ്പം ഞാനിതിവിടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധാരണ ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ വറുത്ത മാവും കൂടി എടുത്ത് അരിമാവെടുത്ത് കുറച്ച് ഉപ്പും കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ പാനിയും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യും പിന്നെ കുറച്ച് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ എത്ര തേങ്ങ ഇട്ടാലും നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കുമ്പോൾ തേങ്ങയൊന്നും ഇട്ട ഭാവമേ കാണൂല. അപ്പം കുറച്ച് കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്വയർ കഷ്ണങ്ങളായിട്ടുള്ള കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. ഉമ്മ ഉണ്ടാക്കി തരും, ഞാൻ കഴിക്കും എന്നുള്ളതല്ല. അല്ലാതെ ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അടുത്ത് പറഞ്ഞ് കുറച്ച് വയണയിലയും കൂടി എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴേക്കും കുറച്ച് വയണയിലയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഇന്ന് എന്തായാലും അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചക്കയുടെ പാനി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വയണയിലയപ്പം ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ വയണയിലയപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം കൂടിയൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുത്ത് ആവി പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ആവിയൊക്കെ കയറി വന്നപ്പോൾ തന്നെ ആ വയണയിലയുടെയൊക്കെ നല്ല മണമായിരുന്നു കേട്ടോ. അപ്പം ചക്കയുടെ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, കഴിക്കാൻ നല്ല രുചിയും ഉണ്ടായിരുന്നേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.